ബിസിനസ്സിൽ സംരംഭത്തിൽ പരാജയം സ്വാഭാവികമാണ്. അതിന് നമ്മൾ സാധാരണക്കാരെയല്ല, നമ്മുടെ മുമ്പിൽ വിജയിച്ച് തെളിയിച്ച ചിലരെ നമുക്ക് മാതൃകയാക്കാം. സ്റ്റീവ് ജോബ്സിനെ എല്ലാവർക്കും അറിയാം. ആപ്പിളിന്റെ കോഫൗണ്ടറാണ്. ആപ്പിളിന്റെ ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി അദ്ദേഹം തന്നെയായി. ആപ്പിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ ഫയർ ചെയ്യുകയുണ്ടായി. കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുകയും ആ സമയത്തും പരാജയം എന്ന് ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പിക്സാർ എന്നും നെക്സ്റ്റ് എന്നും പേരുള്ള രണ്ട് പ്രധാനപ്പെട്ട സംരംഭങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള സ്റ്റീവ് ജോബ്സ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ആപ്പിൾ തിരിച്ചു വിളിച്ചു. അതോടൊപ്പം നെക്സ്റ്റ് എന്ന കമ്പനിയെ ആപ്പിൾ എന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അദ്ദേഹത്തിന്റെ പിക്സാർ എന്ന കമ്പനി ഡിസ്നിക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ മറ്റുള്ളവരാൽ കുറ്റം പറയുന്ന സമയത്ത് അത് കേട്ട് വിഷമിച്ചിരിക്കുന്നതിന് പകരം, നിരാശനായിരിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമാണ്, അദ്ദേഹത്തിന്റെ തിരിച്ചു വരവിന് ശേഷമാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ഉയർന്ന തലത്തിലേക്ക് വളർന്നു വന്നത്. അപ്പോൾ ഒരിക്കലും പരാജയപ്പെട്ടു എന്നോ കുറ്റപ്പെടുത്തലുകൾ കേട്ടു എന്നു ഉള്ളത് കൊണ്ട് നമ്മൾ മാറി നിൽക്കുകയോ വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കഴിവുകൾ എവിടെയൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുമോ അതിനുവേണ്ടി ശ്രമിക്കുക. അതാണ് സ്റ്റീവ് ജോബ്സ് നമ്മളോട് പറയുന്നത്. ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ CEO അടക്കമല്ല, അതിനു പകരം സ്റ്റീവ് ജോബ്സ് എന്ന് തന്നെയാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.